എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ കല്യാണ പെണ്ണ് അവളാണെങ്കിൽ ഇപ്പൊ സാഞ്ചിയുടെ മുഖത്തുണ്ടായിരുന്ന അരുക്ക് പറ്റിയ അടയാളങ്ങളെല്ലാം തന്നെ ഒരു മാസ്ക് ഉപയോഗിച്ച് കവർ ചെയ്യാണ്. കാരണം ഇനി അധിക സമയം അവരുടെ മുൻപിൽ ബാക്കിയില്ല. എത്രയും വേഗം ആ വെഡിങ് നടക്കുന്ന സ്ഥലത്തേക്ക് അവർക്ക് പോകണം. അതിനുവേണ്ടി റെഡിയാവുകയാണ് അവർ രണ്ടുപേരും. അവളാണെങ്കിൽ ഇപ്പൊ സാഞ്ചിയോട് എത്രയും വേഗം റെഡിയായി പുറത്തേക്ക് പോകണമെന്ന് പറയും. പക്ഷെ സാഞ്ചി അത് മൈൻഡ് ചെയ്യാതെ സ്പെഷ്യലായിട്ട് ഒരു സിഗരറ്റ് ഒക്കെ വലിച്ച് അങ്ങനെ ഇരിക്കും. അതിൽ കൺട്രോൾ പോയ കല്യാണ പെണ്ണ് അവൾ ആ സിഗരറ്റ് മേടിച്ച് അങ്ങനെ ദൂരേക്ക് കളയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ലൂഫിയാൻ ടീമിനെ കാണിക്കും. ലൂഫി ആണെങ്കിൽ നിർത്താതെ അത് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും ലൂഫിയെയും അവൻ കഴിക്കുന്നത് നോക്കി നിൽക്കും. ഇവൻ ഇത്രയും വലിയ ഒരു ആർത്തിപ്പണ്ടാരായിരുന്നോ? ഇവൻ സത്യത്തിൽ എവിടുന്ന് വന്നു എന്നൊക്കെ ചിന്തിച്ച് അവരാണെങ്കിൽ വണ്ടടിക്കുകയാണ്. ആണെങ്കിൽ ഒരു ബ്രേക്ക് പോലും കൊടുക്കാതെ ആ വില്ലന്മാരെ മുഴുവനും കടിച്ചു മുറിച്ച് തിന്നാണ്. പക്ഷെ ഒരു പരിധി എത്തുമ്പോൾ ലൂഫിയെ കൊണ്ട് കൂടുതൽ തിന്നാൻ കഴിയില്ല. അവനാണെങ്കിൽ അവന്റെ വീർത്ത ബോഡി അതങ്ങനെ തൂക്കി പിടിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം ശ്വാസമൊക്കെ പതിയെ വലിച്ചുവിട്ട് ഇപ്പോ ആ വില്ലനോട് പറയും, എന്നെ കൊണ്ട് ഇതിൽ കൂടുതൽ കഴിക്കാനാവില്ല. അത് കേൾക്കേണ്ട താമസം വില്ലനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ വീണ്ടും വീണ്ടും ഒരുപാട് ബിസ്ക്കറ്റ് സോൾജേഴ്സിനെ അങ്ങനെ അയക്കുകയാണ്. പക്ഷെ നാമി ആണെങ്കിൽ അടിച്ചു പറയും, ലൂഫി എന്തൊക്കെ സംഭവിച്ചാലും നീ തീറ്റ നിർത്തരുത്, തിന്നുകൊണ്ടേയിരിക്കണം. ഞാൻ എന്റെ റെയിൻ പവർ വെച്ച് അവനെ അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞ് അവളാണെങ്കിൽ റെയിൻ പവർ വെച്ച് അവനെ അറ്റാക്ക് ചെയ്യും. അവിടെ ചുറ്റും കൂടി നിൽക്കുന്ന ഫ്ലവേഴ്സും ട്രീസും അവറ്റകളെല്ലാം അങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. കാരണം ഒരു ഗ്രാമം മുഴുവൻ ദിവസങ്ങളോളം ഇരുന്ന് തിന്നേണ്ട അത്രയും ബിസ്ക്കറ്റ്സ് ആണ് ഇപ്പൊ നമ്മുടെ ലൂഫി ഒറ്റയ്ക്ക് തിന്നു തീർക്കുന്നത്. ലൂഫിയെ കൊണ്ടാണെങ്കിൽ ഒരടി പോലും അനങ്ങാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ ആ ക്രാക്കർ ഇതാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞ് ലൂഫി അറ്റാക്ക് ചെയ്യാനായിട്ട് അവന്റെ അടുത്തേക്ക് ഓടി അടുക്കും. അടുത്ത നിമിഷം ലൂഫി അവനാണെങ്കിൽ ഒരുപാട് എയർ അങ്ങനെ അകത്തേക്ക് വലിച്ചു കയറ്റും. അതിനുശേഷം സ്ട്രെയിറ്റ് ആയിട്ട് അവൻ 4th ഗിയറിലേക്ക് പോവാണ്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയ സൈസിൽ അവൻ 4th ഗിയറിലേക്ക് പോകുന്നത്. നാമിക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതവും പേടിയൊക്കെ തോന്നും. ലൂഫി ആണെങ്കിൽ ടാങ്ക് മാൻ എന്നുള്ള സ്റ്റഫ്ഡ് വേർഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അവന്റെ ബോഡി ആണെങ്കിൽ അത്ര സ്പീഡിൽ ചലിപ്പിക്കാൻ കഴിയില്ല. ക്രാക്കറിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ വലിയെന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തില് അവന്റെ സ്ക്വാഡ് എടുത്ത് ലൂഫി ആഞ്ഞു വെട്ടുകയാണ്. പക്ഷെ ചുറ്റുമുള്ളവരെല്ലാവരും ആ കാഴ്ച കണ്ട് ഞെട്ടും. ക്രാക്കറിന്റെ കയ്യിലുള്ളത് ഒരു സാധാരണ സ്ക്വാഡ് അല്ല, വേൾഡിൽ വെച്ച് തന്നെ ഏറ്റവും പവർഫുൾ ആയതും ലിമിറ്റഡ് ആയിട്ടുള്ള സ്ക്വാഡുകളിൽ ഒരെണ്ണമാണ്. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് അവനെ കാണിക്കും. അവനാണെങ്കിൽ ലൂഫിയെ വെട്ടാനായിട്ട് കഴിയുന്നില്ല. പല്ല് കടിച്ച് ഫുൾ കലിപ്പില് അവൻ നിലവിളിച്ച് പറയും, ലൂഫി എനിക്ക് നിന്നെ വെട്ടാനായിട്ട് കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ എനിക്ക് നിന്നെ കുത്തിക്കൊല്ലാൻ കഴിയുമെന്ന് പറഞ്ഞ് അവനങ്ങനെ എടുത്തു ചാടി ലൂഫിയുടെ തൊട്ടടുത്തെത്തും. പക്ഷേ ലൂഫിയുടെ 4th ഗിയറിന്റെ പവറിൽ അവൻ പുറകിലേക്ക് തെറിച്ചു പോകും. അവനാണെങ്കിൽ അപ്പോഴും അവന്റെ ശ്രമം അത് ഉപേക്ഷിക്കാതെ വീണ്ടും സ്ക്വാഡുമായി ലൂഫിക്ക് നേരെ പാഞ്ഞടുക്കും. അടുത്ത നിമിഷം അവനെ ഞെട്ടിച്ചുകൊണ്ട് ലൂഫി ആണെങ്കിൽ അവനെ ഇപ്പൊ അവന്റെ വയറ്റിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. അവൻ എങ്ങനെയെങ്കിലും ഒക്കെ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. പക്ഷേ ലൂഫി ആണെങ്കിൽ അവന്റെ സ്ക്വാഡോട് ചേർത്ത് അവനെയും അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. അവൻ ബിസ്ക്കറ്റ് വാരിയേഴ്സിനോട് അവനെ രക്ഷപ്പെടുത്താനായിട്ട് നിലവിളിക്കും. പക്ഷെ അവറ്റകളാണെങ്കിൽ ഫ്രീസ് ആയിട്ട് ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ഇപ്പൊ സമയം കഴിഞ്ഞ് ആ ബിസ്ക്കറ്റ് സോൾജേഴ്സ് അവറ്റകള് ലൂഫിക്ക് നേരെ വരും. അത് കണ്ട ലൂഫി നല്ല ഫോഴ്സില് അവനെ അകത്തേക്ക് അബ്സോർബ് ചെയ്തതിലും ഇരട്ടി പവറിൽ പുറത്തേക്ക് അങ്ങനെ ആഞ്ഞ് ഇജക്ട് ചെയ്യാണ്. അവനാണെങ്കിൽ നല്ല ഫോഴ്സിൽ തെറിച്ചു വന്ന് ആ ബിസ്ക്കറ്റ് സോൾജേഴ്സിനെ തവിട് പൊടിയാക്കി ദൂരത്തുള്ള മരങ്ങളെയും തകർത്ത് വീണ്ടും വീണ്ടും കിലോമീറ്റർ ദൂരത്തേക്ക് തെറിച്ചു പോവും. അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് സ്വീറ്റ് 3 ജനറൽസ് അവരാണെങ്കിൽ ഇപ്പൊ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒന്നുകൂടിയിരിക്കുകയാണ്. അവര് ക്രാക്കറിനെ കാണാതെ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ഇവിടെ ക്രാക്കർ ആണെങ്കിൽ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ തകർത്ത് ഇപ്പോഴും ഫ്ലൈ ചെയ്യാണ്. അവരത് പറയേണ്ട അടുത്ത നിമിഷം ക്രാക്കർ ആണെങ്കിൽ ബിൽഡിങ്ങുകളെല്ലാം തകർത്ത് ആ ഒരു ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ജനങ്ങള് അവരാ കാഴ്ച കണ്ട് പേടിച്ചു വരച്ച് ഓരോ ഭാഗത്തേക്ക് ഇപ്പൊ അച്ചറം വച്ചറം ഓടി രക്ഷപ്പെടാനായിട്ട് തുടങ്ങും. അവസാനമായിട്ട് ബിഗ് മോമിന്റെ ആ വലിയ മാൻഷനിൽ ഇടിച്ച് അവൻ താഴേക്ക് വീഴുകയാണ്. ഉടനെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ക്രാക്കറിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ഓ നോ ക്രാക്കർ, നിനക്കിത് എന്ത് സംഭവിച്ചു എന്നൊക്കെ ചുറ്റുമുള്ള എല്ലാവരും ചോദിക്കും. പക്ഷെ ക്രാക്കറിനാണെങ്കിൽ സംസാരിക്കാൻ പോലും കഴിയാതെ ഒരുപാട് പരിക്കുകൾ പറ്റി വീണ് കിടക്കുകയാണ്. അവന്റെ അവസ്ഥ കണ്ട് ഇപ്പൊ ബിഗ് മോമിന്റെ 19ാമത്തെ മകൻ ചാർലറ്റ് മാൻഡോർ അവനിപ്പോ ഫുൾ കലിപ്പില് അങ്ങനെ നിലവിളിക്കും, എന്റെ ബ്രദറിനോട് ഇങ്ങനെ ചെയ്തവനെ ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടില്ല, അവനെ ഉറപ്പായാലും ഞാൻ പണിഷ് ചെയ്യും. അവന്റെ കൂടെ തന്നെ ഷാർലറ്റും ഈ ഒരു ക്രീം തലയനും അങ്ങനെ എല്ലാവരും ഇപ്പൊ ലൂഫി അന്വേഷിച്ച് പോവാണ്. അവർക്ക് നന്നായിട്ട് അറിയാം ഇത് ചെയ്തത് മറ്റാരുമല്ല, സാക്ഷാൽ സ്ട്രോ ഹാറ്റ് ലൂഫിയാണെന്ന്. കാരണം അവരുടെ ബ്രദർ സ്ട്രോ ഹാറ്റ് ലൂഫിയായിട്ട് ഫൈറ്റ് ചെയ്യാനാണ് അവിടേക്ക് പോയത്. അതേസമയം ഇവിടെ ലൂഫി ആണെങ്കിൽ അവന്റെ ബോഡിയിൽ അബ്സോർബ് ചെയ്തെടുത്ത ആ എയർ അത് കുറെയൊക്കെ റിലീസ് ചെയ്ത് അങ്ങനെ താഴേക്ക് വീഴുകയാണ്.
ചുറ്റുമുള്ളവരെല്ലാവരും ഒരുപാട് അത്ഭുതത്തോടു കൂടെയും ആകാംക്ഷയോടു കൂടെയും അവനെ നോക്കി നിൽക്കും. കാരണം ബിഗ് മോമിന്റെ പവർഫുള്ളായ മക്കളിൽ ഒരുത്തനെയാണ് നമ്മുടെ ചക്കൻ ഈസി ആയിട്ട് അട്ടിച്ച് തെറിപ്പിച്ച് കളഞ്ഞത്. ലൂഫി ആണെങ്കിൽ ഒരുപാട് ബിസ്ക്കറ്റ്സ് കഴിച്ചതുകൊണ്ട് തന്നെ അവനിപ്പോ വല്ലാതെ ടയേർഡാണ്. അവനൊരു ഭാഗത്ത് അങ്ങനെ കിടക്കും. നാമി ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് വന്ന് നമ്മുടെ മുൻപിൽ ഒട്ടും സമയമില്ല, എത്രയും വേഗം സാഞ്ചിയെ കണ്ടെത്തണം, അവന്റെ അടുത്തേക്ക് പോകണം, അവനെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കിപ്പിക്കണം. അടുത്ത നിമിഷം പൗണ്ട് ആണെങ്കിൽ പുറത്തേക്ക് വരികയാണ്. ആളാണെങ്കിൽ പേടിച്ചാണ് ആ കാടിന്റെ അകത്തേക്ക് പോയി ഒളിച്ചിരുന്നത്. പൗണ്ട് നാമിയോടും ലൂഫിയോടും പറയും, നിങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് തോന്നും പോലെ ഫൈറ്റ് ചെയ്ത് ഇവിടുന്ന് തിരികെ പോവും. പക്ഷേ ഇവിടെ ഇനിയും ജീവിക്കേണ്ടത് ഞങ്ങളാണ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്തത് ഞങ്ങളാണെന്നറിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഞങ്ങളെ പണിഷ് ചെയ്യും. ആക്ച്വലി ഇവർക്ക് എല്ലാവർക്കും ബിഗ് മോമിന്റെ ആ വിബ്രു കാർഡിനോട് ഒരുപാട് പേടിയും റെസ്പെക്റ്റും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ആമിയുടെ കയ്യിലുള്ള ബിഗ് മോമിന്റെ വിബ്രു കാർഡ് അത് കണ്ട് അവർ പേടിച്ച് അവരെ സപ്പോർട്ട് ചെയ്തത്. ചുറ്റും കൂടി നിൽക്കുന്നവരാണെങ്കിൽ ഇപ്പൊ വീണ്ടും നാമിയോട് പറയും, ആക്ച്വലി ആ സ്വീറ്റ് ജനറൽസിലെ 4 പേരിൽ ഒരാളെ അറ്റാക്ക് ചെയ്തതിന് ബിഗ് മോം അവള് വലിയൊരു ചുഴലിക്കാറ്റ് ക്രിയേറ്റ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും തന്നെ നശിപ്പിച്ചു കളഞ്ഞു. നിങ്ങളിപ്പോ അറ്റാക്ക് ചെയ്തത് അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകനെയാണ്. സോ ഒരു കാരണവശാലും അവള് വെറുതെ ഇരിക്കില്ല. മാത്രമല്ല ബിഗ് മോമിന്റെ വിബ്രു കാർഡ് അത് അവളുടെ മക്കൾക്ക് പോലും കൊടുക്കാറില്ല. സോ അത് കൈവശപ്പെടുത്തിയതിനും നിന്നെ അവൾ പണിഷ് ചെയ്യും. മോമിനെ കൊണ്ട് ക്ലൈമറ്റ് പോലും വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അവളുടെ കയ്യിൽ സൺ പവറും അതുപോലെ തന്നെ ക്ലൗഡ് പവറും ഉണ്ട്. അതുപയോഗിച്ച് അവൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. സോ നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ എത്രയും വേഗം ഇവിടെ ഓടി രക്ഷപ്പെട്. അത് ലൂഫി ആണെങ്കിൽ കേൾക്കേണ്ട താമസം അവൻ ടെൻഷനായിട്ട് പറയും, ഞങ്ങളെ കൊണ്ട് പറ്റില്ല, സത്യത്തിൽ ഞങ്ങളാണ് ദേഷ്യപ്പെടേണ്ടത്, ഞങ്ങളുടെ ടീംമേറ്റായ സാഞ്ചി അടിച്ചുകൊണ്ട് പോയത് ആ ബിഗ് മോമാണ്. സോ തീർച്ചയായിട്ടും അവളോട് പ്രതികാരം ചോദിച്ച് അവനുമായിട്ടേ ഞങ്ങൾ ഇവിടുന്ന് തിരികെ പോകുമെന്ന് ഇപ്പൊ നമ്മുടെ ലൂഫി അവൻ തീർത്തു പറയും. ആമിയാണെങ്കിൽ പൗണ്ടിനോട് പറയും, പുട്ടിങ് അവൾ ഞങ്ങളെ സഹായിക്കാമെന്ന് ഏറ്റതാണ്. വെഡ്ഡിങ്ങിന് മുൻപ് തന്നെ സാഞ്ചിയെ ഫോറസ്റ്റിലേക്ക് എത്തിച്ചു തരാമെന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഇപ്പൊ വിൻസ്മോക്ക് ഫാമിലി അവർ പാലസ് ലക്ഷ്യമാക്കി പോകുന്നു എന്നുള്ള ഇൻഫർമേഷൻ അത് ഞങ്ങൾക്ക് കിട്ടി. അതിനർത്ഥം കല്യാണം അത് ഇന്ന് തന്നെയാണ്. സോ എത്രയും വേഗം ആ കല്യാണം മുടക്കി ഞങ്ങൾക്ക് സാഞ്ചിയുമായിട്ട് ഇവിടുന്ന് കടന്നു പോയേ പറ്റൂ. ലൂഫി ആണെങ്കിൽ കഷ്ടപ്പെട്ട് എഴുന്നേക്കും. നാമി ആ വിബ്രു കാർഡ് കാണിച്ച് വീണ്ടും മോൺസ്റ്റർ ട്രീയെ പേടിപ്പിക്കുകയാണ്. ഞങ്ങൾ എത്രയും വേഗം ആ കാസ്റ്റിലേക്ക് നീ കൊണ്ടുപോകണമെന്ന് പറയും. വേറെ വഴിയില്ലാതെ അതാണെങ്കിൽ ഇപ്പൊ അവരെ കാസ്റ്റിൽ ലക്ഷ്യമാക്കി കൊണ്ടുപോവാണ്. കട്ട് ചെയ്ത ഇവിടെ ആ മിറർ വേൾഡിൽ നമ്മുടെ ആൾക്കാർ അവരങ്ങനെ രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിച്ച് ഓരോ ഭാഗത്തേക്ക് ഓടുകയാണ്. പക്ഷെ എന്താ അവരുടെ തൊട്ടു പുറകില് ആ ഒരു വലിയ ഗോലി അത് കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് സ്പീഡിൽ മൂവ് ചെയ്യാനായിട്ട് കഴിയില്ല. അവരാണെങ്കിൽ തിരിഞ്ഞു മറിഞ്ഞു നോക്കും. അപ്പോഴായിരിക്കും ഒരു മിററിലൂടെ ഇപ്പൊ അവർ സാഞ്ചിയെ കാണുക. സാഞ്ചിയുടെ അടുത്തേക്ക് അവന്റെ സിസ്റ്റർ വന്ന് അവളോട് പറയും, നമുക്ക് എത്രയും വേഗം ഹോൾ കേക്ക് ചാറ്റു അവിടേക്ക് പോകണം. അത് കേട്ട് സാഞ്ചിയും അവിടേക്ക് പോകാൻ റെഡിയാവും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ എത്രയും വേഗം ഈ കാര്യം ലൂഫി അറിയിക്കണമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും ആ ബ്രൂലിയെ കാണുക. അവളാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കണ്ടുപിടിച്ച സന്തോഷത്തില് അങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. ഇവിടെ സാഞ്ചി ആണെങ്കിൽ ആരാവാരങ്ങളോട് കൂടെ ആ ഒരു വലിയ വണ്ടിയിലേക്ക് കയറുകയാണ്. അതിലാണെങ്കിൽ അവന്റെ ബ്രദേഴ്സും ഉണ്ട്. സാഞ്ചി ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ ആലോചിച്ച് ഇപ്പൊ വണ്ടിയിൽ മുൻപോട്ടേക്ക് പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.